ഓഫ് യു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 4-ൽ വരുന്ന ടെൻസസ് ആണ്. അതായത് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻഡ് വീഡിയോ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണത് നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെയാണ്. ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. ഒരു ബാച്ച് നമുക്ക് ഫില്ലായിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് നമ്മൾ തുടങ്ങുന്നത് 25-ാം തീയതി മുതലാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ്ലി മെയിനായിട്ട് എത്ര ടൈപ്പ് ടെൻസ് ഉണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. എന്ത് പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട് എന്നുള്ളത് അല്ലേ. കഴിഞ്ഞു പോയത് എന്ത് പറയും? പാസ്റ്റ് ടെൻസിൽ പറയും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പറയും? പ്രസൻറ്റ് ടെൻസിൽ പറയും. ഇനി ഭാവിയിൽ നടക്കാനുള്ളതോ ഫ്യൂച്ചർ ടെൻസിൽ പറയും. ഈ ബേസിക് ഫോമാണ് ടെൻസിനുള്ളത്. ഇനി ഇതിൽ നിന്നും കുറേയധികം ഫോംസ് ഉണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ എന്ത് പഠിക്കും? പ്രസൻറ്റ് ടെൻസിൽ തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അതേപോലെ ഫ്യൂച്ചർ പ്രസൻറ്റ് ടെൻസ്, അങ്ങനെ ഓരോ രീതിയിലും നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കും. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ വാട്ട് ഈസ് ടെൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. എല്ലാത്തിൻ്റെയും ഒരു ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കേണ്ടത് നല്ലതായിരിക്കും കേട്ടോ. നമ്മളിത് കൊടുക്കുന്നുണ്ട് ഇതിൽ. ദെൻ എന്താണ് ടെൻസ്? ടെൻസ് ഡിനോട്ട്സ് ദി ടൈം ഓഫ് ആൻ ആക്ഷൻ. സമയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഏത് സമയത്താണ് അത് നടക്കുന്നത്. ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണിക്കാണോ 9 മണിക്കാണോ അങ്ങനെയല്ല. ഏത് കാലത്താണ്? കഴിഞ്ഞു പോയതാണോ, വരാനിരിക്കുന്നതാണോ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണോ, ആ ഒരു സമയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ടെൻസ് ഉപയോഗിക്കുന്നത്. ടെൻസിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഹി ടോക്സ് ടു ഹെർ. അതെന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. ഹി ടോക്ക്ഡ് ടു ഹെർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡി എന്ന് ചേർക്കുന്നത് മെയിനായിട്ടും എന്തിലാണ്? നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് കണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് ആലോചിച്ചാൽ മതി. ടോക്ക്ഡ് ടു ഹെർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താവും? പാസ്റ്റ് ടെൻസ് ആവും. ഹി വിൽ ടോക്ക് ടു ഹെർ. അവൻ അവളോട് സംസാരിക്കും, ഭാവിയിൽ സംസാരിക്കും എന്നാണ് പറയണത്. അപ്പോൾ എന്താണ്? വില്ല് വന്നാൽ നമ്മൾ മനസ്സിലാക്കണം അതെന്താണ്? ഫ്യൂച്ചർ ടെൻസ് ആണ്. വരാൻ പോകുന്ന ഫ്യൂച്ചർ ആയിട്ടുള്ള ഭാവിനെ പറ്റി പറയുന്ന ടെൻസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി പ്രസൻറ്റ് ടെൻസിൽ തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മെയിനായിട്ടും ബേസ് ഫോം ആണെങ്കിലും പ്ലൂറൽ ഫോം ആണ്. അതായത് പ്ലൂറൽ ഫോം ആണെങ്കിലും പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ഐ യു വന്നാലും നമ്മൾ എന്തുപയോഗിക്കും? ബേസ് ഫോം ഉപയോഗിക്കും. ഇതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ മനസ്സിലാവില്ല. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. എന്നാലും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് പറഞ്ഞു പോകും. ഇനി സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ എസ് ഫോം ആയിരിക്കും. ഒന്നുകൂടിയും പറഞ്ഞ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഐ യു ഒക്കെ വന്നാൽ നമ്മൾ എന്തുപയോഗിക്കും? ബേസ് ഫോം ഉപയോഗിക്കും. സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? എസ് ഫോം ഉപയോഗിക്കും. ഇനി ഇതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എക്സാമ്പിൾസിലൂടെ നോക്കാം കേട്ടോ. യൂസസ് ഓഫ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് തന്നെ ഡിനോട്ട് ഹാബിച്വൽ ആക്ഷൻ. അതായത് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിനെയാണ് ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയേ. ഹി വേക്സ് അപ്പ് ഏർലി ഇൻ ദി മോർണിംഗ്. അവൻ രാവിലെ നേരത്തെ തന്നെ അവൻ എണീക്കാറുണ്ട്. അതായത് ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. അപ്പോൾ ഹി എന്ന് വന്നപ്പോൾ വേക്സ് എന്ന് വന്നു. ഓക്കെ, ഇനി ഹി വാച്ചസ് മൂവീസ് എവറി സൺഡേ. അതേപോലെ ഹി എന്ന് വന്നപ്പോൾ തന്നെ എന്ത് വന്നു? വാച്ച് എന്നല്ലാതെ വാച്ചസ് എന്ന് വന്നു. ഓക്കെ, ആ എസ് വരുന്നതാണ് എന്ത് ഫോം എന്ന് പറയണത്? എസ് ഫോം എന്ന് പറയണത്. അവിടെ ഒരു എസ് വരാൻ കാരണം എന്താണ്? കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞതാണത്. അവിടെ എസ് വരാൻ കാരണം എന്താണ്? ആ ഒരു സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട്. സിംഗുലർ അല്ലേ? ഹി, അവൻ എന്നല്ലേ? അവർ എന്നല്ലല്ലോ അവിടെ വന്നത്, അവൻ എന്നല്ലേ വന്നത്. അപ്പോൾ അവൻ എന്താണ്? സിംഗുലർ ആണ്, ഹി. ഓക്കെ, അപ്പോൾ സിംഗുലർ ആയതുകൊണ്ട്, സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ എന്ത് വരും? എസ് എന്നുള്ളത് ആഡ് ചെയ്യും. വേക്ക് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വേക്സ് എന്നാണ് കൊടുത്തത്. അതെ, ആ ഒരു എസ് വന്നത് എന്തുകൊണ്ടാണ്? സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താ ഉദ്ദേശിച്ചത് എന്നല്ലേ. ഇനി രണ്ടാമത്തേത് നോക്കി. രണ്ടാമത്തെ യൂസ് എന്താണ്? ടു ഡിനോട്ട് എ യൂണിവേഴ്സൽ ട്രൂത്ത്. അതായത് ഒരു പ്രപഞ്ച സത്യം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ ഒരു ടെൻസ് ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കി. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ്. ദി മൂൺ റിവോൾവ്സ് എറൗണ്ട് ദി എർത്ത്. എർത്തിന് ചുറ്റും എന്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്? മൂൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. അത് സയൻറ്റിഫിക്കലി ഒരു പ്രപഞ്ച സത്യമാണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അപ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത്
ചെയ്തേ പറ്റൂ, അങ്ങനത്തെ രീതിയിലുള്ളതിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഈ ഒരു ടെൻസ് ഉപയോഗിക്കും. അപ്പോൾ എക്സാമ്പിൾ ഇത് മൂണിൻ്റെ കേസ് പഠിച്ചു വെച്ചോളാം. ആ എക്സാമ്പിൾ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ദി മൂൺ റിവോൾവ്സ് എറൗണ്ട് ദി എർത്ത്. ഓക്കെ, മൂൺ റിവോൾവ്സ്, എസ് വന്നത് കണ്ടോ, റിവോൾവ് എന്നല്ല വന്നത്, അതിൻ്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട്, എസ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കിയേ, ടു ഡിനോട്ട് എ പെർമനൻറ്റ് സ്റ്റേറ്റ്. പെർമനൻറ്റ് സ്റ്റേറ്റ് എന്താ, ഒരു ടെമ്പററി അല്ലാതെ സ്ഥിരമായിട്ടുള്ളത് അല്ലേ. പെർമനൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ടുള്ള ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്ത് ഉപയോഗിക്കാം, ഈ ഒരു ടെൻസ് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കിയത്, താജ്മഹൽ സ്റ്റാൻഡ്സ് ഓൺ ദി യമുന. സ്റ്റാൻഡ് എന്നല്ല വന്നത്, സ്റ്റാൻഡ്സ് എന്നാണ് വന്നത്. അവിടെയും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, എസ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു യൂസ് എന്താണ്, ടു എക്സ്പ്രസ് ഷെഡ്യൂൾഡ് ഓർ പ്ലാൻഡ് ഫ്യൂച്ചർ. ഓക്കെ, ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പ്ലാൻഡ് ഫ്യൂച്ചർ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു ടെൻസ് ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കിയേ, ഹി സ്റ്റാർട്ട്സ് ഹിസ് ന്യൂ വർക്ക് ഓൺ മൺഡേ. ഹി സ്റ്റാർട്ട് ഹിസ് ന്യൂ വർക്ക് എന്നല്ല വന്നത്, ഹി സ്റ്റാർട്ട്സ് ഹിസ് ന്യൂ വർക്ക് എന്നാണ് വന്നത്. അവിടെയും എസ് വന്നു. കാരണം എന്താണ്, സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, ഹി എന്നാണല്ലേ വന്നത്. Then in imperative and exclamatory sentences. Imperative sentence എന്താണ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ്. ഓരോ യൂണിറ്റിൻ്റെയും കണ്ടിന്യൂഷനായിട്ട് പോകാൻ നോക്കാട്ടോ. നിങ്ങൾ ക്ലാസ് കാണുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തപ്പൽ വരും, എവിടെയാണ് എന്താണ് ചിലതിൻ്റെ ബാക്കിയൊക്കെ വരുന്നുണ്ട് ഗ്രാമർ ആയതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ക്ലാസ് ഓർഡറായിട്ട് തന്നെ കണ്ടുപോകാൻ നോക്കാട്ടോ. ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കമാൻഡോ പറയുന്ന സമയത്താണ് നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് ഉപയോഗിക്കുക. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എപ്പോൾ ഉപയോഗിക്കും, നമുക്ക് ഭയങ്കര സഡൻ ആയിട്ടുള്ളൊരു ഇമോഷൻ പ്രകടിപ്പിക്കാൻ, അയ്യോ എന്ന് നമ്മൾ കൈയൊക്കെ മുറിയുമ്പോൾ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു രീതിക്കൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ഉപയോഗിക്കുക. എക്സാമ്പിൾ എന്താണ്, ഹൗ ഹോണസ്റ്റ് ഹീ ഈസ്. എത്ര സത്യസന്ധനാണ് അവൻ, എന്തൊരു നല്ല ആളാണ്, എത്ര സത്യസന്ധനാണ് അവൻ എന്നുള്ള രീതിയിൽ ഒരു എക്സ്ക്ലമേഷനോട് കൂടിയിട്ട് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടിട്ട് നമ്മളത് പറയുന്ന സമയത്ത് അതിലും നമുക്ക് ഈ ഒരു ടെൻസ് ഉപയോഗിക്കാം. പ്ലീസ് ലിസൺ ടു ഹിം, ഒന്ന് അവനെ ശ്രദ്ധിച്ചേ. അതൊരു റിക്വസ്റ്റ് ആണല്ലേ. റിക്വസ്റ്റ് ഏതാണ്, ഇമ്പറേറ്റീവ് ആണ്. ഓക്കെ, ഇമ്പറേറ്റീവ് സെൻറ്റൻസിലും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലും ടെൻസ് ഉപയോഗിക്കാം. ദെൻ അടുത്തത് എന്താണ്, ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ്. ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിൽ നമ്മൾ കുറേ അധികം ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് കാണലുണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് എന്ത് മനസ്സിലാക്കണം, അതൊരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയത് അത് ഏത് ടെൻസിൽ കൊടുക്കണം, ഈ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ കൊടുക്കാനായിട്ട് നോക്കണം. ഓക്കെ, ദെൻ എവിടെ എത്തി നമ്മൾ, ദി കേരള ഹൈക്കോർട്ട് ഇഷ്യൂസ് നോട്ടീസ് ടു ദി ഗവൺമെൻറ് ഓൺ ദി കൊച്ചി മെട്രോ കേസ്. കൊച്ചി മെട്രോ കേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ്റിന് കേരള ഹൈക്കോർട്ട് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു എന്താണ്, ഒരു തലക്കെട്ടായിട്ട്, ഒരു വാർത്തേൻ്റെ തലക്കെട്ടായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഹെഡ്ലൈൻസ് കൊടുക്കാനും ഈ ഒരു ടെൻസ് ഉപയോഗിക്കലുണ്ട്. ഇനി അടുത്ത യൂസ് എന്താണ്, ഫോർ സ്പോർട്സ് കമൻറ്ററീസ് ആൻഡ് ഡ്രാമാറ്റിക് നെറേറ്റീവ്സ്. നല്ലൊരു മൂവാണ് അവൻ കാഴ്ചവെച്ചത്, അങ്ങനെ ഒരു കമൻറ്ററീസ് ഒക്കെ ഉണ്ടാവില്ലേ. അതേപോലെ നാടകങ്ങളിൽ ഓരോ വിശേഷം, ഓരോ ക്യാരക്ടേഴ്സിനെ പറയുന്ന സമയത്ത്, പരിചയപ്പെടുത്തുന്ന സമയത്തൊക്കെ ഓരോ കമൻറ്ററീസ് ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യലുണ്ട്, ഈ ഒരു ടെൻസ് യൂസ് ചെയ്യലുണ്ട്. എക്സാമ്പിൾ നോക്കിയേ, ധോണി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ. അപ്പോൾ ഇതൊക്കെ ഏതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്, ഈ ഒരു ടെൻസിൻ്റെ യൂസ് ആയിട്ട് വരുന്നതാണ്.